അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ അപ്പോഴാണ് ഞാൻ ഈ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം വന്നത്. എന്റെ കൽബ് അയാൾ കണ്ടു. പക്ഷേ ആ കൽബിലെ ആ കുപ്പിക്കകത്തുള്ള ഞാൻ കാണുന്നത് മോനെ ഇതുപോലെ അവരെയും അതുപോലെ അതിലും വലിയ ആളുകളെയും കണ്ടവരാണ് ഇവരെല്ലാരും. ുണ്ട് അവരല്ലാഹു എന്ത് വലികൾ നമ്മളെ അത്തിപ്പറ്റ ഉസ്താദുണ്ട്, കേട്ടിക്കണം. ഈ ഉസ്താദിന്റെ ക്ലാസ്സിൽ പോയിരിക്കും. എന്റെ ഒരു അനുഭവമാണ്. ഞാന് എല്ലാരും ഉസ്താദ് കൈപിടിച്ച് എന്തെങ്കിലും പറഞ്ഞു അവരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഉസ്താദ് പൈസക്കാർക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് കാര്യമില്ല ഒരു സാമ്പത്തിക ഉള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്താലും പറഞ്ഞാലും ഒക്കെ ഉസ്താദ് അവരായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറയണൊക്കെ ഉണ്ട്. നമ്മൾ എന്നാൽ നമ്മളെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അയാൾ ഒന്ന് ശരിയാക്കണില്ലല്ലോ. അപ്പൊ ഇനി ഞാൻ ഇവിടേക്ക് വരുന്നില്ല, ഞാൻ ഈ പരിപാടി നിർത്തി, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നും ഞാൻ അങ്ങോട്ട് വരുന്നതിന് എന്റെ ഒരു കാര്യമില്ല. അപ്പൊ ബാബാന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ കാര്യം അശുദ്ധി പോയി, എനിക്ക് അതിന്റെ 100 എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എത്തിയത്. അപ്പൊ ഈ ഉസ്താദ് അവിടുന്ന് ഒരു മരണ വീട്ടിക്ക് അർജന്റായിട്ട് പോകുമ്പോ ഞാൻ തൂണ് പിടിച്ച് നിൽക്കുക. അപ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാവരോടും സലാം പറഞ്ഞേക്കാണ്ട് അവരെ എന്തെങ്കിലും ഉണ്ടാവും, എന്തെയ്യാതല്ല ട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകും. അപ്പോൾ ഞാൻ ഈ തൂണ് പിടിച്ച് നിന്നിട്ട് ഇനി ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇനി ഞാൻ ഈ ഭാഗത്തേക്ക് ഞാൻ വരില്ല, ഇത് ഞാൻ നിർത്തി. കാരണം ഇവര് പൈസക്കാർക്ക് മാത്രം ഇതൊക്കെ ഒരു പരിപാടി ഉള്ളൂ. ആ പോയ ജീപ്പ് ഒരു 1/2 കിലോമീറ്ററോളം പോയിക്കുന്ന കാണാം. ആ ജീപ്പ് അവിടെ നിർത്തിയിട്ട് അയാൾ അവിടെ നിന്ന് മാടി വിളിക്കണം. കുറെ ആളുകൾ ഓടിച്ചെല്ലുണ്ട്, അവരെയാണോ അതൊന്നല്ല. പിന്നെ ആ ജീപ്പ് പുറകോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് എന്റെ എത്തിലെത്തിയപ്പോഴാണ് ഇനി എന്നാലും വിളിച്ചു. അത്രയും ആൾക്കാരെടി നിന്നെ വിളിച്ചു. ജീപ്പ് പുറകോട്ട് വന്നു. ഞാൻ ചെന്നു. അപ്പോ എന്നോട് ചോദിച്ചു എന്താ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അപ്പത്തെ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങള് മരണ വീട്ടിൽ പോകല്ലോ, നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ അപ്പോഴാണ് ഞാൻ ഈ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം വന്നത്. എന്റെ കൽബ് അയാൾ കണ്ടു. പക്ഷേ ആ കൽബിലെ ആ കുപ്പിക്കകത്തുള്ള ഞാൻ കാണുന്നത് നിങ്ങൾ അല്ലാഹുവാണ്. ഇതിന്റെ അകത്തുള്ളത് മൂപ്പര് നിങ്ങളെ കണ്ടത് അതിലുള്ള വിചാരങ്ങള് ഉദ്ദേശ ലക്ഷ്യങ്ങളെയാണ്. ഈ 2 കാഴ്ചകളാണ്. മൂപ്പര് ഇത് കണ്ടിട്ട് അന്ന് നീക്കി തരുമായിരുന്നു. ഇത് കണ്ണില്ല ഇത് കാണാൻ. അഞ്ചെട്ട് വർഷമായി മോനെ ഇതുപോലെ അവരെയും അതുപോലെ അതിലും വലിയ ആളുകളെയും കണ്ടവരാണ് ഇവരെല്ലാരും. ുണ്ട് അവരല്ലാഹു എന്ത് വലികൾ